കോൺഗ്രസ് എന്തായാലും വ്യക്തമായ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് ഈ ഒരു RSSനെതിരെയുള്ള ക്രാക്ക് ഡൗണുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണെന്നാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് സർക്കാരിനുള്ളിൽ, സിദ്ധരാമയ്യ സർക്കാരിനുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം DK ശിവകുമാറിൻ്റെ ഭീഷണി തന്നെയാണ്. കാരണം DK ശിവകുമാറിന് സാധാരണഗതിയിൽ അധികാരം കൈമാറേണ്ട സമയമായിരിക്കുകയാണ്. കാരണം 50-50 എന്നുള്ള ഡീൽ അനുസരിച്ച് 2.5 വർഷം കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ സെപ്റ്റംബറിൽ 2.5 വർഷം പൂർത്തിയായി കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ വന്നിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അധികാരം DK ശിവകുമാറിന് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. സിദ്ധരാമയ്യ തന്നെ 5 വർഷം ഭരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പൊതുവെ വരുന്നത്. അതനുസരിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പ്രധാന വിഷയം തന്നെയാണ്. കാരണം DK ശിവകുമാറിനെ ഒതുക്കുക, പരമാവധി ഈ ഒരു വോയിസസിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ RSSുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ ആ ഒരു ക്രാക്ക് ഡൗൺ നടപടികളിലുള്ളത്. കാരണം DK ശിവകുമാർ എന്ന് പറഞ്ഞാൽ പൊതുവെ കർണാടകയിലെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലീഡറായിട്ടാണ് അറിയപ്പെടുന്നത്. സ്വന്തം അസ്തിത്വം അല്ലെങ്കിൽ ആ ഒരു സാംസ്കാരിക പൈതൃകത്തിലൊക്കെ ഊറ്റം കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാരനായിരിക്കാം, പക്ഷേ എന്നിരുന്നാൽ പോലും കുംഭമേളയ്ക്ക് പോകുന്നു, അതിൽ അഭിമാനിക്കുന്നു. അതുകൂടാതെ തന്നെ ഇഷ ഫൗണ്ടേഷൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഹിന്ദു സ്വത്വം നിലനിർത്തുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ കർണാടകയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വോയിസ് പരമാവധി എക്കോ ചെയ്യുക എന്നുള്ളതാണ് സിദ്ധരാമയ്യയുടെ ഒരു പ്രധാന ലക്ഷ്യം.